രാവിലാണ് മുസ്ലിം ലോകമുള്ളത്. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരുപാട് മഹത്വങ്ങൾ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച മാസമാണ്. അഥവാ സ്വലാത്തു ചൊല്ലാൻ വേണ്ടി കൽപ്പന വന്ന മാസമാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ പവിത്രമായ ആയത്ത് അല്ലാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക അഥവാ സ്വലാത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ സ്വലാത്ത് എന്നാൽ എന്താണ്? സനാഉഹു ഇൻദൽ മലായിക, അവന്റെ മലായികത്തുകൾ അടുക്കൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം പറയുകയാണ്. അള്ളാഹുവിന്റെ സ്വലാത്ത് അങ്ങനെയാണ്. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്നാൽ മലക്കുകളുടെ സമക്ഷത്തിൽ വെച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വപ്പെടുത്തുകയാണ്. അതാണ് അള്ളാഹുവിന്റെ സ്വലാത്ത്. സ്വലാത്തുൽ മലായികത്തി, മലായികത്തിന്റെ സ്വലാത്ത് എന്നാൽ അദ്ദുആഉ, അത് ദുആയാണ്. മലായികത്തിന്റെ സ്വലാത്ത് എന്നാൽ അത് ദുആയാണ്. ആ ദുആയാണ് അല്ലാഹുവും അവന്റെ ഹബീബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു അഥവാ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് വിശ്വാസി സമൂഹത്തോട് കൽപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ വിളിച്ചുണർത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് കൽപ്പിക്കുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങളാ പ്രവാചകന്റെ മേൽ സ്വലാത്തും സലാമും ചെല്ലണേ. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്തും സലാമും ചെല്ലണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ച, ഖുർആൻ പ്രഖ്യാപിച്ച പവിത്രമായ മാസമാണ് ശഅബാൻ. ശഅബാനു ശഹ്രീ, ശഅബാൻ എൻ്റെ മാസമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ശഅബാൻ എൻ്റെ മാസമാണ്. റമളാനു ശഹ്റു ഉമ്മത്തി, റമളാൻ എൻ്റെ ഉമ്മത്തുകളുടെ മാസമാണ്. ആ റമളാൻ കടന്നു വരുന്നതിന് മുമ്പ് മുസ്ലിം ലോകത്തിന് ആവേശമറിയിച്ചുകൊണ്ട്, മുസ്ലിം ലോകത്തിന് ഉന്നതമായ മാർഗങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്ത 2 മാസം നമ്മിലേക്ക് കടന്നു വരികയാ. എന്താണ് ആ മാസത്തിന്റെ പ്രത്യേകത? റജബിനും റമളാനിനും ഇടയ്ക്കുള്ള മാസമാണ്. റജബ് വളരെ പവിത്രധന്യമായ മാസമാണ്. എന്നാൽ റമളാനോ വളരെ മൂല്യമുള്ള മാസമാണ്. റമളാൻ വളരെ പവിത്രമായ മാസമാണ്. ആ 2 മാസത്തിൻ്റെയും ഇടയിലുള്ള മാസം മോശമാകുമോ? ഇമാമിങ്ങൾ എത്ര മഹത്വമാണ് ഈ മാസത്തിന്റെ വർണ്ണന നൽകുന്നത്, എത്രമാത്രം മഹത്വമാണ് ഈ മാസത്തിന് നൽകുന്നത്. ലോക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിക്കുന്ന മാസമേതേ? അല്ലാഹുവിന്റെ പുണ്യമായ അഫ്ളലു സിയാമി ബഅദ റമളാൻ, അതേ റമളാന് ശേഷം വളരെ മഹത്വമായ മാസം
വളരെ ശ്രേഷ്ഠതയുള്ള മാസം മുഹറം പോലെ, അതുപോലെ റജബ് പോലെ വളരെ ശ്രേഷ്ഠമായ മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ റെഡിയായി, വളരെ ഉടുത്തൊരുങ്ങി, വളരെ റമദാൻ വരവേൽക്കാൻ വേണ്ടി ആവേശഭരിതമായിട്ട് രംഗത്ത് നിന്നുകൊണ്ട് വരവേൽക്കുന്ന മാസമാണ് പരിശുദ്ധ ശഅബാൻ. അതുകൊണ്ട് ഈ മാസത്തിന് ആദരവുണ്ട്, അതുകൊണ്ട് ഈ മാസത്തിന് ബഹുമാനമുണ്ട്. ഈ മാസത്തെ ആദരിക്കണം, ബഹുമാനിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. ഈ പവിത്രമായ ശഅബാൻ സ്വലാത്ത് കൊണ്ട് കൽപ്പിച്ച മാസമാണ്, സ്വലാത്തിന്റെ വാർഷികത്തിന്റെ മാസമാണ്. അഥവാ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മുസ്ലിം ലോകത്തോട് കൽപ്പിച്ച ഉന്നതമായ വളരെ മഹത്വമായ ആയത്തിറങ്ങിയ മാസത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു നമ്മെ എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം സഹോദരങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പല പ്രദേശങ്ങളിൽ നിന്ന്, പല ഭാഗങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. കാരുണ്യവാനായ അല്ലാഹു, കരുണാവാരിധിയായ അല്ലാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് ആര് എവിടെ നിന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചോ അവർക്കെല്ലാം വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ, വലിയ മഹത്വം നൽകുമാറാകട്ടെ. എല്ലാവരെയും എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സഫലീകരിക്കുമാറാകട്ടെ. ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ധാരാളം സഹോദരങ്ങളുണ്ട്. അവരെ എല്ലാവരെയും സർവ്വ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ, സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മുഅ്മിനീങ്ങൾ അവരെ എല്ലാ പ്രയാസങ്ങളും, അവരെ എല്ലാ വിഷമങ്ങളും റബ്ബിന്റെ മുമ്പിൽ പരിശുദ്ധ ശഅബാനിലെ ഈ പവിത്രമായ വെള്ളിയാഴ്ച രാവിൽ റബ്ബിന്റെ മുമ്പിലേക്ക് അത് സമർപ്പിക്കുകയാണ്. സർവസ്വവും അല്ലാഹു സ്വീകരിച്ച് എല്ലാവരെയും എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റട്ടെ. ആദ്യമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. ഇലാ ഹദ്റത്തി സയ്യിദിനാ وشفيعنا وحبيبنا المصطفى محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين وإلى حضرات الشهداء البدرين واللحدين والحنينين والخندقين والخيبرين والتبوقين وسائر الصحابة والصحابي